ഈസ്റ്റേൺ കാർഡ് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് നിങ്ങളുടെ ബാങ്കിന്റെ പാസ്ബുക്ക് കോപ്പി കയ്യിൽ കരുതണം. ആധാർ കാർഡിന്റെ കോപ്പി, ഒപ്പം ആധാറിൽ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ, അത് നിങ്ങളുടെ മൊബൈലും കൂടെ കയ്യിൽ വെച്ചുകൊണ്ട് വേണം ഇനിയുള്ള പ്രോസസ്സിങ്ങിനായി മുന്നോട്ട് പോകേണ്ടത്. കൃത്യമായി ശ്രദ്ധിച്ച് മനസ്സിലാക്കി ശേഷം മാത്രം നിങ്ങൾ ഈ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കി ഈസ്റ്റേൺ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ വീണ്ടും വീഡിയോ കൃത്യമായി മനസ്സിലാക്കണം. ഇത്തരത്തിലൊരു പേജ് ഓപ്പൺ ആയി വരും. അവിടെ നിങ്ങൾ ആധാറിൽ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറാണ് അവിടെ രേഖപ്പെടുത്തേണ്ടത്. അതിനുശേഷം എൻ്റർ ക്യാപ്ച എന്ന് കാണുന്നുണ്ട്. ആ കാണുന്ന ഭാഗത്തിൽ നിങ്ങൾ ക്യാപ്ച കോഡ് എൻ്റർ ചെയ്യുക. ക്യാപ്ച മാറണം, അത് ക്ലിയർ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്യാപ്ച മാറി വരും. ആ ക്യാപ്ച കോഡ് കൃത്യമായി രേഖപ്പെടുത്തുക. സ്മോൾ ലെറ്റർ ആണോ ക്യാപിറ്റൽ ലെറ്റർ ആണോ എന്നുള്ളത് നോക്കിയിട്ട് വേണം നിങ്ങളിവിടെ ക്യാപ്ച കോഡ് എൻ്റർ ചെയ്യാൻ. ഇത്തരത്തിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞ ക്യാപ്ച കോഡുകൾ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ കാണുന്ന അടുത്ത ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. അത് നിങ്ങൾ എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ടിൽ നിങ്ങൾ മെമ്പർ ആണോ എന്നുള്ളതൊക്കെയാണ്. അത് നോ എന്നുള്ളത് കൊടുക്കുക. അതുപോലെ തന്നെ ESICയിലും നോ എന്നുള്ളത് കൊടുക്കുക. ശേഷം സെൻഡ് OTP എന്ന് കാണുന്ന ഭാഗം ഗ്രീൻ കളർ വരും, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലോട്ട് ഒരു OTP പോകും. 2 മിനിറ്റ് സമയമാണ് നമുക്കുള്ളത്. അതിനകം തന്നെ ആ OTP സ്വീകരിച്ച് ഇവിടെ രേഖപ്പെടുത്തണം. ഇത്തരത്തിൽ രേഖപ്പെടുത്തിയതിന് ശേഷം സബ്മിറ്റ് എന്ന് കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം വരുന്ന പേജിൽ നിങ്ങളുടെ ആധാർ നമ്പർ തെറ്റുകൂടാതെ രേഖപ്പെടുത്തുക. 12 അക്ക ഡിജിറ്റ് ആയിരിക്കും ആധാർ നമ്പറിലുള്ളത്. അത് കൃത്യമായി നിങ്ങളവിടെ രേഖപ്പെടുത്തണം. അതിനുശേഷം തൊട്ട് താഴെ കാണുന്ന ക്യാപ്ച കോഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ക്യാപ്ച കോഡും മുൻപത്തെ പോലെ തന്നെ തെറ്റുകൂടാതെ സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും മനസ്സിലാക്കി അത് നിങ്ങൾ ആ കോളത്തിനകത്തേക്ക് രേഖപ്പെടുത്തണം. ഈ ക്യാപ്ച ക്ലിയർ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ റീഫ്രഷ് ബട്ടൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് പുതിയ ക്യാപ്ച സ്വീകരിക്കാം. നിങ്ങളുടെ കീബോർഡിൽ മലയാളം ആണെങ്കിൽ അത് മാറ്റി ഇംഗ്ലീഷ് സെറ്റ് ചെയ്യണം. ക്യാപ്ച കോഡ് നമ്മൾ രേഖപ്പെടുത്തി. അതിനുശേഷം തൊട്ട് താഴെ ഐ എഗ്രി എന്നുള്ള ഒരു കോളം കാണും. അവിടെ ടിക്ക് മാർക്ക് നിങ്ങൾ കൊടുക്കണം. അതിനുശേഷം സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പേജ് ഓപ്പൺ ആയി വരും. അവിടെ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയാണ് രേഖപ്പെടുത്തേണ്ടത്. അതിന് ഇത്തരത്തിലൊരു പേജ് ഓപ്പണായി വരും. ഈ പേജ് ഓപ്പണായി വരുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്നുള്ളത് ആ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. പ്രൈമറി മുതൽ ഗ്രാജുവേഷൻ, ഡിപ്ലോമ, പ്രൊഫഷണൽ കോഴ്സ് അങ്ങനെ തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും ആ പേജിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതിന് ആ ആരോ മാർക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കാണുന്നതിന് തൊട്ട് താഴെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ഇതുപോലെ വരും. നമ്മൾ പ്രൈമറി 10ാം ക്ലാസ് യോഗ്യതയാണെങ്കിൽ പ്രൈമറി, അതിൽ കൂടുതലാണെങ്കിൽ സെക്കൻഡറി, അങ്ങനെ മുകളിലോട്ട് പോകും. നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ മാസ വരുമാന സ്ലാബാണ്, സ്ലാബ് വൈസ് ആണ് ചോദിക്കുന്നത്. അത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. 10,000 അതിന് താഴെയാണോ അല്ലെങ്കിൽ അതിന് മുകളിലാണോ എന്നുള്ള സ്ലാബ് വൈസിന്റെ അത് ക്ലിക്ക് ചെയ്ത് സേവ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ അടുത്ത പേജിലോട്ട് നമ്മൾ പോകുന്നു. അവിടെ നമ്മൾക്ക് പ്രധാനപ്പെട്ട ഒരു പേജാണ്. ഇവിടെയാണ് നമ്മളുടെ ജോലിയുടെ സ്വഭാവം അല്ലെങ്കിൽ നമ്മുടെ ജോലി ഏതാണ് എന്നുള്ളത് സെലക്ട് ചെയ്യേണ്ടത്. പ്രൈമറി ഒക്യുപ്പേഷനും സെക്കൻഡറി ഉണ്ട്. നമ്മളുടെ പ്രൈമറി ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ അംഗൻവാടി പ്രവർത്തക ആയതുകൊണ്ട് തന്നെ അംഗൻവാടി വർക്കറോ ഹെൽപ്പറോ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ലേഡി തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അപ്പൊ ഇതുപോലൊരു പേര് അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ വരും. അത് നിങ്ങൾ ഡബിൾ ക്ലിക്ക് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കയറി വരും. അവിടെ ഫീൽഡ് വിസിറ്റർ, ആശ വർക്കർ, ആശ അംഗൻവാടി വർക്കർ എന്ന് ഒറ്റ ഹെഡിലാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഫീൽഡ് തല വർക്കേഴ്സ് ആയിട്ടുള്ള ആശമാർക്കും വർക്കർമാർക്കും ഒറ്റ ഹെഡാണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളെ വർക്ക് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. ആ ഭാഗം ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫീൽഡിൽ എത്ര വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളതാണ്. അത് നിങ്ങൾ രേഖപ്പെടുത്തുക, സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുന്നതിന് മുന്നേ നിങ്ങളുടെ ട്രെയിനിങ് വല്ലതും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ റിസീവ്ഡ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഒന്നും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടില്ല. സേവ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത പേജിലോട്ട് പോകും. അവിടെ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. ഈ ബാങ്ക്
ബാങ്ക് അക്കൗണ്ടിലുള്ള അതേ പേര് തന്നെയായിരിക്കും നിങ്ങൾ ഇവിടെ രേഖപ്പെടുത്തേണ്ടത്. അതിനുശേഷം IFSC കോഡ് ഉണ്ട്, ബാങ്കിന്റെ IFSC കോഡ് നിങ്ങൾ അവിടെ രേഖപ്പെടുത്തുക. ആദ്യം ബാങ്ക് അക്കൗണ്ട് നമ്പർ നമ്മൾ അവിടെ ആദ്യം രേഖപ്പെടുത്തി. തൊട്ട് താഴെ കൺഫേം ബാങ്ക് അക്കൗണ്ട്, വീണ്ടും ബാങ്ക് അക്കൗണ്ട് തന്നെ ഒന്നുകൂടെ നിങ്ങൾ രേഖപ്പെടുത്തണം. അതായത് മുന്നടിച്ച ബാങ്ക് അക്കൗണ്ട് നമ്പറിൽ വല്ല തെറ്റുണ്ടോ എന്നുള്ളത് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ കറക്റ്റായി ബാങ്ക് അക്കൗണ്ട് നമ്പർ രണ്ടാമതും എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അക്കൗണ്ട് ഹോൾഡർ നെയിമാണ്. ഈ അക്കൗണ്ട് ഹോൾഡർ നെയിം എന്ന് പറയുന്നത് നമ്മളെ പാസ്ബുക്കിലുള്ള പേര് അതേപോലെ തന്നെ നിങ്ങളിവിടെ രേഖപ്പെടുത്തണം. അതിനുശേഷം നിങ്ങൾ IFS കോഡാണ്, ബാങ്കിന്റെ IFS കോഡ് നിങ്ങൾ അവിടെ രേഖപ്പെടുത്തുക. ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ, ന്യൂമറിക്കൽ ആണെങ്കിൽ ന്യൂമറിക്കൽ തന്നെ നിങ്ങൾ രേഖപ്പെടുത്തണം. അതിനുശേഷം നിങ്ങൾ ആ നേരെ കാണുന്ന ആ സെർച്ച് ഐക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി നിങ്ങളുടെ ബാങ്കിന്റെ പേരും ബ്രാഞ്ചും ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇത് രണ്ടും നിങ്ങൾ അവിടെ എൻ്റർ ചെയ്യേണ്ട കാര്യമില്ല, IFS കോഡ് മാത്രം ചെയ്താൽ മതി. ശേഷം സേവ് ആൻഡ് സബ്മിറ്റ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ കാർഡ് ജനറേറ്റ് ചെയ്ത് വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതൊരു പ്രിവ്യൂ ആണ്. ഇതിൽ നിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള നമ്മൾ 4-5 സ്റ്റെപ്പുകൾ ചെയ്തു കഴിഞ്ഞല്ലോ. അതിൽ വിദ്യാഭ്യാസ യോഗ്യത ചേർത്തിട്ടുണ്ട്, ഒക്യുപ്പേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണെന്നൊക്കെ നമ്മൾ രേഖപ്പെടുത്തി. അതിൽ വല്ല തിരുത്തലുകൾ ആവശ്യമുണ്ടോ എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇവിടുന്ന് എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് തിരുത്താം, അല്ലെങ്കിൽ ടിക്ക് മാർക്ക് കൊടുത്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത്തരത്തിൽ സബ്മിറ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് UAN കാർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗം കാണും. ആ ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളുടെ കാർഡ് ഓട്ടോമാറ്റിക്കായി ഡൗൺലോഡ് ചെയ്ത് നമ്മളെ ഫോണിനകത്തേക്ക് സേവ് ആയി വരും. അത് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ നമുക്കത് പ്രിവ്യൂ ചെയ്യാനും കഴിയും. പിന്നീട് നമുക്ക് വേണമെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്ത് വെക്കാനോ അല്ലെങ്കിൽ ലാമിനേറ്റ് ചെയ്ത് നമ്മുടെ കയ്യിൽ സൂക്ഷിക്കാനോ സാധിക്കും. താങ്ക്